ശബരിമല സ്വർണം കടത്തിയ കേസ് അതൊരു പുതിയ മാനത്തിലെത്തി നിൽക്കുന്നു. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ, തിരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ 6 പേർ ഇപ്പോൾ ജയിലിലാണ്. അതിൽ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്നു. ശ്രീ മന്നത്ത് പത്മനാഭൻ മുതൽ ശ്രീ കെ ജയകുമാർ വരെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഭരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ ദേവസ്വം ബോർഡിലെ 4 ഉന്നത ഉദ്യോഗസ്ഥരും 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിൽ ആകുന്നു. ഇനിയും ആ അന്വേഷണം തുടരുകയാണ്. ഇനി എത്ര ഉന്നതർ ജയിലിലാവും എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആ വിശ്വാസത്തെ തകർക്കുന്ന നിലയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തെ പണമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനം അറിഞ്ഞോ അറിയാതെയോ ദേവസ്വം ബോർഡ് നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാർ, അതാണിന്ന് ദേവസ്വം ബോർഡിന്റെ 6 പേർ ദേവസ്വം ആ സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് 6 പേര് ജയിലിൽ കിടക്കുന്നത്. അതിൽ ഒരു മുൻ MLA ഉണ്ട്. യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് DIFയുടെ നേതാവായി വളരെ ചെറുപ്പത്തിലെ തന്നെ കേരള നിയമസഭയിലെ അംഗമായ MLA ശ്രീ പത്മകുമാർ, അദ്ദേഹം അടക്കമുള്ളവർ ജയിലിലാണ്. ഇനിയും ഏതെങ്കിലും നേതാക്കന്മാര് MLAമാര് ജയിലിലാവും എന്നാണ് ഇതുവരെയുള്ള അന്വേഷണവുമായി വെച്ച് നോക്കുമ്പോൾ, ആ നിലവിലെ അന്വേഷണവും തുടർന്നുള്ള അന്വേഷണവും ഒക്കെ വരുമ്പോൾ പലരും ജയിലിലാവും എന്നാണ് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നൊരു പ്രമുഖ പത്രത്തിന്റെ എഡിറ്റോട് തന്നെ ഒരു സ്ഫോടനാത്മകമായ നിലയിലേക്ക് അന്വേഷണം കടന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം അത് പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഈ അന്വേഷണ ടീമിനെ നിയമിച്ചത് തന്നെ ഹൈക്കോടതിയാണ്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടതും ഹൈക്കോടതിയിലാണ്. ഒരുപക്ഷെ അതുകൊണ്ടെല്ലാം ആകാം ഇത്ര സുതാര്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാനുണ്ടായ കാരണങ്ങൾ. ഇനി മുന്നോട്ട് പോകുന്നതും ഹൈക്കോടതിയുടെ തുടർന്നുള്ള നിരീക്ഷണം കൊണ്ടാവാം. ആ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകുമ്പോൾ എത്ര പേരാണ് ഇനി ജയിലിലാവുന്നത് എന്നതും കാണേണ്ടുന്ന വസ്തുതയാണ്. ദേവസ്വം ബോർഡിലെ മുൻപ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, അതിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് ഒക്കെ കേരള നിയമസഭയിലെ ഹൈന്ദവ MLAമാരായിരുന്നു. ആ ഹൈന്ദവ MLAമാര് വോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈശ്വര വിശ്വാസികളാണ് എന്ന ഡിക്ലറേഷൻ ഒപ്പിട്ട് നൽകേണ്ടിയിരുന്നു.
എന്നാൽ ഇന്ന് അതിൻ്റെയൊന്നും ആവശ്യമില്ല. ആ ഹിന്ദുമത വിശ്വാസികളാണ് എന്നുള്ള ഡിക്ലറേഷൻ ഒപ്പിട്ട് നൽകണമായിരുന്ന ആ നിയമം എടുത്തു കളഞ്ഞത് ശ്രീ EK നായരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഇപ്പോൾ അത് ഈശ്വര വിശ്വാസികളാണ് എന്ന ഡിക്ലറേഷൻ അവിടെ ഒപ്പിട്ട് നൽകേണ്ടതില്ല. മാത്രമല്ല ഹിന്ദുമത വിശ്വാസിയാണെന്നുള്ള ഡിക്ലറേഷനും ഇന്ന് ഒപ്പിട്ട് നൽകേണ്ടതില്ല. അതെടുത്ത് കളഞ്ഞതും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കും. അതുമല്ലെങ്കിൽ പരിഷ്കാരങ്ങളുടെ മാറ്റമായിരിക്കും. എന്തായാലും ഇന്ന് മറ്റു പല ക്ഷേത്രങ്ങളും എന്ന പോലെ അതിൻ്റെ പൂർണ്ണാധികാരം തന്ത്രിക്കാണ്. ആ തന്ത്രിയെ നിയമിക്കുന്നതാവട്ടെ പാരമ്പര്യമായി ആ തന്ത്രി നിയമനം നടത്തിക്കൊണ്ടുപോവുകയാണ്. അതേസമയം മറ്റ് പല കാര്യങ്ങളിലും നിയമനങ്ങൾ നടത്തുന്നത് ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ മാനദണ്ഡം അനുസരിച്ചാണ്. ഇവിടെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത്, അതിന്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ നോമിനികളായിട്ടാണ് ഇവർ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളായ MLA-മാരുടെ വോട്ട് കൊണ്ടല്ല, ആ ഗവൺമെന്റ് നോമിനികളായിട്ടാണ് ശ്രീ പത്മകുമാർ ആയാലും ശ്രീ വാസു ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K. ജയകുമാർ ആയാലും എല്ലാം സർക്കാരിന്റെ നോമിനികളായിട്ടാണ് വരുന്നത്. അവിടെ മെമ്പർമാരായി വരുന്നതും സർക്കാരിന്റെ നോമിനികളാണ്. അത് ഘടകകക്ഷികൾക്ക് ഇപ്പോൾ അത് അവകാശപ്പെട്ടതുപോലെ ഇപ്പോൾ അത് വീതം വെപ്പ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ K. ജയകുമാർ പ്രസിഡന്റായി വന്നത് CPM-ന്റെ IM-ന്റെ അക്കൗണ്ടിലാണെങ്കിൽ അടുത്ത CPI-യുടെ അക്കൗണ്ടിലാണ് മറ്റൊരു മെമ്പർ വന്നത്. അതുപോലെ തന്നെ പത്മകുമാർ പ്രസിഡന്റായിരിക്കുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശ്രീ KP ശങ്കരദാസ്, അതുപോലെ മറ്റൊരു അംഗമായ ബാലകൃഷ്ണൻ, ഇവരെല്ലാം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി സർക്കാർ പ്രതിനിധികളായിട്ടാണ് വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ദേവസ്വം ബോർഡിലേക്ക് വരുന്നവർ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. മറ്റ് ബോർഡുകളെ പോലെ ഭരണകക്ഷിയിൽപ്പെട്ടവരാണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, യൂണിയൻ പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടം വരെ അവിടെ UTUCക്ക് RSPയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ UTUCക്കായിരുന്നു അവിടെ പ്രാമുഖ്യമുണ്ടായിരുന്നത്. അങ്ങനെയാണ് പ്രാക്കുളം വാസിയെല്ലാം ദേവസ്വം ബോർഡിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോഴവിടെ ശക്തമായ യൂണിയൻ എന്ന് പറയുന്നത് CPIM-ന്റെ ട്രേഡ് യൂണിയനായ CIT-നാണ്. ആ CIT-നും അല്ലെങ്കിൽ ആ യൂണിയനും ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒഴിഞ്ഞു മാറാനാകുമോ എന്ന കാര്യത്തിനെ കുറിച്ചും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അവിടെ എല്ലാം നടക്കുമ്പോൾ, എവിടെ എന്ത് നടക്കുമ്പോൾ, ഏത് ബോർഡിൽ നടക്കുമ്പോഴും, ഏത് കോർപ്പറേറ്റിൽ നടക്കുമ്പോഴും അവിടുത്തെ ശക്തമായ യൂണിയന് അതിനെല്ലാം പങ്കുണ്ട് എന്ന കാര്യത്തിലും സംശയം വേണ്ട.
അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിയൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ട്. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും അവിടുത്തെ ശക്തമായ യൂണിയനുകൾ, അത് CIT ആയാലും INTUC ആയാലും BMS ആയാലും UTUC ആയാലും HMS ആയാലും ഒക്കെ അവിടെ പ്രാതിനിധ്യമുള്ള യൂണിയനുകളെല്ലാം തന്നെയും ആ ഭരണത്തിന്റെ കാര്യത്തിൽ, അവിടുത്തെ ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ ഇടപെടാറുണ്ട്. അതുമെല്ലാം അന്വേഷണ വിധേയമാക്കണം. ഒരു ദേവസ്വം ബോർഡല്ല, തൊട്ടപ്പുറത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഇത് എവിടെയെല്ലാം ഇവിടെയെല്ലാം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതും ദേവസ്വം ബോർഡിന്റെ അന്വേഷണം പോലെ തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോലെ തന്നെ അവിടെയും അന്വേഷണം നടത്താം. ഇതുപോലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അവിടെയെല്ലാം അന്വേഷണം നടത്തണമെന്നാണ് ഈ സാഹചര്യത്തിൽ അസന്നിഗ്ധമായി പറയാനുള്ളത്.